ഹലോ ഗുഡ് മോർണിംഗ്. കാലത്ത് തന്നെ കുളിച്ച് കുട്ടപ്പിയായി നിക്കണുണ്ട് കേട്ടാ. വല്ല പരിപാടിയും കഴിഞ്ഞാ? അല്ലടി ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്തായിരുന്നു? ഇന്നലെ രാത്രി ഒരാള് എന്താ പറഞ്ഞിട്ട് കിടന്നു തുടങ്ങിയത്? നാളെ എന്തായാലും ഡെയിലി ലൈഫ് എടുക്കണം, വെക്കേഷൻ സ്റ്റാർട്ട് ആവാണ്, എന്തായാലും വേണം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ലാസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ്. ഇന്നത്തോടു കൂടി ആമിയുടെ സ്കൂൾ അടച്ചു കൊടുത്തത്. ഇനി 2 മാസം കഴിഞ്ഞിട്ടേ ആമിയുടെ ഗ്രേഡ് മാറിയിട്ടില്ല കേട്ടോ. ഗ്രേഡ് സെയിം തന്നെയാണ് ഇവിടുത്തെ. അത് നാട്ടിലത്തെ ആൾക്കാർ വീഡിയോ കാണുകയും അവർക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ ആയിരിക്കും. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ തുറന്നതിന് ശേഷം സമ്മർ വെക്കേഷൻ വരുന്നത് 2 മാസം കഴിഞ്ഞിട്ട് സമ്മർ വെക്കേഷൻ വരും. അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്കൂൾ റീഓപ്പൺ ചെയ്തിട്ട് വീണ്ടും സെയിം ക്ലാസ്സിൽ തന്നെയാണ്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. ആമി കിടന്ന് പറഞ്ഞ ആമിനെ ഞാൻ വിളിച്ചേൽപ്പിക്കട്ടെ. എന്ത് മൂഡ്? അപ്പൊ ആമിനെ അടുത്ത് പോവാ. ഗുഡ് മോർണിംഗ്. പുതപ്പിന്റെ ഒക്കെ ഒരു കോര നോക്കിയേ, എന്ത് നല്ല രീതിയിൽ പുതപ്പൊക്കെ പുതച്ച് കിടന്നിരുന്ന ആമിയ. ഗുഡ് മോർണിംഗ്. ലാസ്റ്റ് ഡേ ഓഫ് സ്കൂൾ വ്ളോഗ് എടുക്കാൻ പറഞ്ഞിട്ട് ഉറങ്ങിയിരുന്ന ആളാ അമീ. അമീ ഗുഡ് മോർണിംഗ്. ലാസ്റ്റ് ഡേ സ്കൂൾ, ഡേ ഇൻ മൈ ലൈഫ് എടുക്കണ്ടേ? എന്നാ അച്ഛൻ പോവാ. ഇന്നലെ അച്ഛനോടൊക്കെ എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാലത്ത് കഴിഞ്ഞിട്ട് അച്ഛാ വ്ളോഗ് എടുക്കണം, മാമിക്കുട്ടീനെ കാലത്ത് തന്നെ വിളിക്കണം എന്നൊക്കെ. ഇല്ലാന്നാ? കണ്ണൂർന്നിട്ട് പറഞ്ഞു ഒന്നുകൂടി. കണ്ണൂർന്നിട്ട് പറഞ്ഞ് ഇന്നലെ രാത്രി എന്തൊക്കെയാ പറഞ്ഞത് എന്നോട്? അച്ഛാ കാലത്ത് നേരത്തെ വിളിക്കണം, ലാസ്റ്റ് ഡേ സ്കൂള് വ്ളോഗ് എടുക്കണം, എന്നിട്ട് ആമിക്കുട്ടിക്ക് സ്കൂള് അടച്ചു കഴിയുമ്പോൾ കാണണം. എന്താന്ന് അച്ഛനായിരുന്നു പറഞ്ഞേന്നാ? അപ്പം അച്ഛനാണ് ഇൻട്രസ്റ്റ്. അപ്പം ഞാനത് ക്ലോസ് ആയിട്ട് എടുക്കണില്ല കേട്ടാ, വീഡിയോ എടുക്കണില്ല, ക്ലോസ് ആയിട്ടാ. ആമിക്കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, അച്ഛൻ പറഞ്ഞിട്ട് എടുക്കണേന്നാണ് അപ്പം ആമിക്കുട്ടിക്ക് പറയണേ. എന്നാ ശരി. ആമി അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പം ഞാൻ എടുത്തിട്ട് എന്താ കാര്യം? ആമിക്ക് താല്പര്യമില്ലല്ലോ. അപ്പോൾ ശരിയിട്ട് ആരാടും. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ആമിക്കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ഇന്ന് ഉണ്ടായിരിക്കുമോ ആമിയെ? ആമി പറയും. എന്താന്ന് അറിയില്ല. അപ്പോൾ ആമി പറയണ പോലെ ആയിരിക്കും ബാക്കിയുള്ള ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടാവുക. അപ്പോൾ ഇപ്പം തന്നെ ബൈ ബൈ പറയട്ടെ എല്ലാവരോടും. ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് എല്ലാവരും. അങ്ങനെ നമ്മുടെ ആമിക്കുട്ടി എണീറ്റു കേട്ടാ. ഇപ്പൊ ആള് ചെറുതായി ഉഷാറായി വരുന്നുണ്ട്. ഇപ്പൊ കുറച്ച് വീഡിയോ എടുക്കാലോ എന്ന് പറയുന്നുണ്ടല്ലേ ആമി? ഇവിടെ നോക്കി നോക്കിയെന്ന്. അങ്ങോട്ട് തെളിഞ്ഞിട്ടില്ല. പല്ലേച്ചിട്ട് വാ. അങ്ങനെ നമ്മുടെ ആമിക്കുട്ടി ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ പല്ല് തേക്കുമ്പോ പോലും മര്യാദക്ക് കണ്ടില്ല. അങ്ങനെ പല്ലൊക്കെ തേച്ച് കുളിച്ച് നല്ല കുട്ടിയായിട്ട് വന്നിട്ടല്ലേ ആമിയ? ഉഷാറായ? ഇൻട്രസ്റ്റഡ് അല്ലേ അപ്പൊ? അപ്പൊ ഇന്ന് കാലത്ത് പറഞ്ഞല്ലോ അച്ഛൻ ഇന്നലെ പറഞ്ഞിട്ട് അവിടെ വീഡിയോ എടുത്തതെന്നൊക്കെ, അങ്ങനെയാണോ? അറിയില്ല. അപ്പൊ ബാഗില് സാധനങ്ങളെ ബുക്കൊക്കെ വെക്കുക. അമ്മ പോയാലോ അമ്മയുടെ അടുത്തേക്ക്? വാ. എന്താണ് രേവ? ചോറേ ആവണല്ലോ. ഇന്ന് ചെമ്മീനും വാങ്ങി. രേവ നാടൻ ടച്ച് പിടിച്ചതാണ് വീഡിയോ കൂട്ടാൻ. കൊറേ നാളെ നാടൻ കറിയിലേക്ക് പോയാലോ എന്ന് ആലോചിക്കണേ. എനിക്കത് പറയാ ഒരു മടി. ഉണക്ക ചെമ്മീൻ ശബ്ദം വാഷിംഗ് മെഷീൻ. അപ്പൊ ഇന്നത്തെ പ്രത്യേകത പറഞ്ഞില്ലേ? നമ്മള് ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞതല്ലേ എന്നിട്ട് പ്രത്യേകത? പൊട്ടുമാച്ച ആമിക്ക് ഇന്ന് കാലത്ത് എന്റെ ശേഷം ഒരു മുഖത്ത് തെളിച്ചാൻ വന്നിട്ടില്ല. അതെന്താ വെച്ചാലേ ചില ദിവസം കുട്ടി ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പോക്കാം, ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നല്ല കുട്ടിയായിരിക്കും അല്ലെ, ചിരിച്ചിട്ടൊക്കെ എണീക്കും ചിലപ്പോ അല്ലേ. പക്ഷെ ഇന്ന് സന്തോഷം കൂടുതൽ വേണ്ടതാ, ലാസ്റ്റ് ഡേ ആണ്. എനിക്കൊക്കെ അങ്ങനെയാ അല്ലെ. ഇന്ന് നേരത്തെ വരും ചെയ്യും. ഇന്ന് സാധാരണ ഒരു 5 മണി നമ്മള് വരാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊരു 3:30-4 മണിയാകുമ്പോഴേക്കും ആള് വീട്ടിലെത്തും. അപ്പൊ ഷോർട്ട് ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും, കുട്ടി വ്ളോഗ് ആയിരിക്കും, പെട്ടെന്ന് തീരും. പക്ഷെ നമ്മള് വർത്താനം പറഞ്ഞ പോലെ ഇരിക്കും. ഇതിങ്ങനെ നീട്ടാം. അപ്പൊ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാ? അത് കഴിച്ചിട്ട് വേണം ആമിക്കുട്ടിക്ക് സ്കൂളിൽ പോവാൻ.
അങ്ങനെ ആമി എന്ത് ചെയ്യുകയാണ്? ആമി സോക്സ് ഇടുകയാണ്. വേഗം ആവട്ടെ, കുറച്ച് സമയം എടുക്കുമോ? എൻ്റെ ബാഗ് എന്താ തുറന്നിരിക്കണേ? ഇതെന്തെങ്കിലും എടുത്തോ നീ? ഇല്ലേ. അപ്പോൾ നമ്മുടെ ബാഗൊക്കെ റെഡി ആയിട്ടുണ്ട്. പക്ഷെ വെള്ളം കുപ്പി വെച്ചിട്ടില്ല. വെള്ളം കുപ്പി റെഡി ആയിട്ടുണ്ട്. ഫുഡ് അവിടെ റെഡി ആയിട്ടുണ്ട്. സുജായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആമിക്കുട്ടി ലിഫ്റ്റ് അമർത്തണ്ട. ആമിക്കുട്ടിക്ക് ലിഫ്റ്റ് അമർത്തേണ്ട ഭയങ്കര നിർബന്ധ. തിരക്കാന്നുണ്ട് ഭയങ്കര. ആമി വിഷമണ്ട, നാളെ തൊട്ട് സ്കൂളിൽ പോകാൻ പറ്റില്ലല്ലോ 2 മാസം. എനിക്കാ വിഷമം, അവർക്കൊരു വൈകിട്ടൊരു ചായ കൂടി ഉണ്ട് സ്കൂളിൽ പോകുമ്പോ. മിസ് ചെയ്യും. എന്നിട്ട് ഇന്ന് വൈകിട്ട് ഇന്ന് പറ്റിയല്ലേ? ഇന്നലെ 3 മണിക്ക് 3:30 ആകുമ്പോ 3:30 ചായ കിട്ടുമല്ലോ. നിങ്ങൾക്ക് വേണ്ടി ചായ കുടിക്കും 3:30. ഞങ്ങളുടെ വീട്ടിലൊരു പൂച്ച, ഫ്ലാറ്റിൽ പൂച്ചുണ്ട്. ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ആമിയ പോയവര് ഇവിടെ ഇല്ല അല്ലേ? എല്ലാം സെറ്റായോ? പ്രൈവറ്റ് ആണോ? ആമി പ്രൈവറ്റ്. ആദ്യം ആമി പബ്ലിക് ആയിരുന്നു. കുട്ടി അതെ, ഇന്ന് ബ്ലോക്ക് ഉണ്ട് ചേട്ടാ. ഇല്ല, അയ്യോ ഇന്ന് ബ്ലോക്ക് ഇല്ല കേട്ടോ. നേരം വൈകിട്ടുണ്ട് കുറച്ച്. നമ്മള് ഒരു 11 മണിക്കാണ് ക്ലാസ് തുടങ്ങാൻ. ഇപ്പൊ 10:55 കുഴപ്പമില്ല. ലാമി അപ്പൊ സ്കൂളെത്തി. ആമിക്കുട്ടിയെ അമ്മ പിന്നെ കൂടെ വരും കേട്ടാ. അതെ, ഇനിട്ട് പോയാ മതി. ടാറ്റ പറ. ഫ്രണ്ടിക്ക് വായോ കേട്ടോ. ആമിക്കുട്ടി പോവാട്ടോ. 3 മണിക്ക് വിടുന്നു. നോക്കണില്ലല്ലോ നമ്മള്. പോവാ, നമുക്ക് ടാറ്റ കൊടുത്തിട്ട് പോവാം. അപ്പൊ 3 മണിക്ക് പാക്കലാം. അങ്ങനെ ഞങ്ങള് ആമിക്കുട്ടീനെ സ്കൂളിൽ വിട്ട് വീട്ടിലെത്തി. രാവിക്ക് ചെറിയ പണികളുണ്ട്. അടക്കിയാണ് പണിയെന്ന് പറഞ്ഞപ്പോ ഏത് പാക്ക് ചെയ്യണം? എവിടേക്കത്? ദുബായ്, അബുദാബിയിലേക്ക്. അഡ്രസ് പറഞ്ഞ അഡ്രസ് കാണണ്ടല്ലോ. വേറെ 1-2 പാക്കും കൂടി അല്ല കൊറിയറിന് ഞാൻ പാക്ക് ചെയ്തിട്ടില്ല. അവർക്ക് കൊടുത്തിട്ട് വേണം ആമിക്കുട്ടീനെ എടുക്കാൻ. സമയം 2:30. ആമിക്കുട്ടീനെ എടുക്കാൻ സമയം. ഞങ്ങൾ ചോറൊക്കെ കൊണ്ടുപോട്ടാ. വേറെ 2 കൂടി ഞങ്ങൾ എടുത്ത് വെക്കി. ഇപ്പൊ ചായ കുടിക്കണ്ട, അതോ പോയി വരുമ്പോ ചായ കുടിക്കണ? പോയി വന്നിട്ട് മതിയാ. ഇപ്പൊ ഫുഡ് കഴിച്ചിറങ്ങിയല്ലോ. ആമിക്കുട്ടീനെ അങ്ങോട്ട് കൊണ്ടുവിട്ടത് ഇങ്ങോട്ട് എടുക്കാൻ പോകുന്നത് വളരെ പെട്ടെന്നായി. മറ്റേത് ഞങ്ങൾക്ക് 4:45 വിട്ടുള്ളൂ. അപ്പൊ ഒരു 4:45 പോയാൽ മതി. പൂച്ചിണ്ടാ? ഇല്ല, ഞാൻ എപ്പോഴും പൂച്ചനെ നോക്കും. ഒന്നിലേക്ക് ഇവിടെ ഫാമിലി. അങ്ങനെ നമ്മൾ സ്കൂളിൽ എത്തിയിട്ട് ആമിക്കുട്ടീനെ എടുക്കാൻ. ആമിക്കുട്ടി ദേ വരണ്ടി. ആമിക്കുട്ടി വണ്ടി കണ്ട് വന്നു തുടങ്ങി. ഇവിടെ ബാഗ് എടുക്കാനാണ് പോകട്ടെ വീണ്ടും. എന്താണ് അവ പദ്ധതി ഇല്ലാത്തൊരു രീതി. ഏസി ഒന്ന് കുറച്ചിട്ടെ. ഓ, ബാഗ് എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു അവിടെ. എന്താണ് അമ്മീ സ്കൂൾ പൂട്ടിയാ? സ്കൂൾ അടച്ചാ? ഹാപ്പി വെക്കേഷൻ സ്റ്റാർട്ട്. എന്താ കിട്ടിയ? സമ്മർ ക്യാമ്പ് ഉണ്ടാവില്ലേ? അതാ. അതെ, എങ്ങനെയുണ്ടായിരുന്നു സ്കൂളില്? അല്ല കണ്ടേട്ടാ, ബാഗ് എടുക്കാൻ മറന്നു. സന്തോഷം കൊണ്ടേ നമുക്ക് പോവാം.
അമ്മി എന്നിട്ടാണ് പരിപാടി എന്തിട്ടാന്ന് കാണിച്ചായോ? അങ്ങനെ നമ്മുടെ ആമിക്കുട്ടിയുടെ സ്കൂൾ ബസ്സുകളൊക്കെ കാണണ്ടാ കണ്ണില് ബാക്കില് കാറ് ഹോണടിക്കണ്ടേ. പക്ഷെ നമ്മള് വരാൻ മുന്നേ വിട്ടു തോന്നല്ലേ, 3 മണിക്ക് മുന്നേ വിട്ടുണ്ട്. അപ്പൊ ഇനി ആമിക്കുട്ടിക്ക് വെക്കേഷൻ ആയി. വീട്ടില് അമ്മേനെ സഹായിക്കാൻ ഒരാളായി. ആമിക്കുട്ടി ഇതിലൊക്കെ അച്ഛൻ കണ്ടു. വാ അപ്പൊ ശരിയായിരുന്നോളല്ലേ ചേട്ടൻ പറഞ്ഞത്? ഇതിലേ ചേട്ടൻ കണ്ടു ഗേറ്റിൽ കൂടെ. ഇന്ന് പോസ്റ്ററൊക്കെ ഉണ്ടാക്കിയാ? പോസ്റ്ററൊക്കെ ഉണ്ടാക്കിയാ? പഠിപ്പിച്ചാ? നമ്മളെ ചായ കുടിച്ചിട്ട് ആമിക്കുട്ടി വന്നതിന് ശേഷം ചായ വാങ്ങിക്കാന്ന് വിചാരിച്ചു. സാധാരണ വീട്ടില് ചായ ഉണ്ടാക്കാറ് വൈകിട്ടില്ല. രേവയ്ക്ക് വരുന്ന വഴിയിൽ ഒരു നല്ലൊരു ചേട്ടൻ, അവിടുത്തെ ആ ചേട്ടന്റെ ചായ രേഖ ഭയങ്കര ഇഷ്ടമാണ്, കൂടെ ഇരിക്കും. ഭയങ്കര ഇഷ്ടാ. പ്രത്യേകിച്ച് ആ ചേട്ടൻ ചെയ്യുമ്പോ വേറെ ആര് പകരൊക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാവോ ഇത് ആ ചേട്ടനല്ല എന്നുള്ളത്. നമ്മുടെ ചായ കുടിക്കാൻ ഞങ്ങള് അവിടെ പോകാറുണ്ട്. ചെറിയൊരു കടി എന്തെങ്കിലും പരിപ്പ് വടയോ അല്ലെങ്കിൽ പഴംപൊടിയോ വാങ്ങിച്ച് ഞങ്ങള് ചായ കുടിച്ചിട്ട് പതുക്കനെ വരാറുണ്ട്. ഇന്നിപ്പോ നേരത്തെ വിട്ട കാരണം ഇത് വാങ്ങിച്ചിട്ടില്ല, പോണ വഴിക്ക് വാങ്ങിക്കാന്ന് വിചാരിച്ചു അല്ലെ. എന്താ തണുക്കണില്ല ഇപ്പൊ? അപ്പൊ എന്തായാലും ചായ കുടിക്കാം. ഇനിയിപ്പോ നാളെയൊന്നും കുടിക്കാം, നാളെ വീട്ടില് ചായ ഉണ്ടാക്കേണ്ടി വരും. ഞാൻ അതല്ലേ 2 മാസം വീട്ടില് ആരൊക്കെ നാട്ടില് പോണ്ട്? അതെ, ആരൊക്കെ നാട്ടില് പോണ്ട്? ഓണത്തിന് നാട്ടിലുണ്ടാവോ? ഞങ്ങള് ചെറിയ പ്ലാനിങ്ങിലാണ്. ചിലപ്പോ പോവും, മാത്രം കയറ്റി വിട്ടാലോ? മാത്രം ഫ്ലൈറ്റിൽ കയറി പോകുന്നതായിരിക്കും. അങ്ങനെ പ്ലാൻ ഉണ്ട് ഞങ്ങൾക്ക്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ ഒന്ന്. അപ്പൊ എനിക്ക് എന്തായാലും ചായ എടുത്തിട്ട് നിർത്താം അല്ലേ? സ്കൂൾ ബസ് ആയതുകൊണ്ട് ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. പറ്റില്ല വെച്ചാൽ മതി. ഇവിടെ എന്തെങ്കിലും കളർ വരുന്നേ? ഒരുപാട് സ്റ്റോപ്പ് ഉണ്ട്. ബസ് നിർത്തി പോകുന്നതിനാൽ നമ്മളും നിർത്തി പോകുന്നു. നമുക്ക് ഇങ്ങനൊരു പരിപാടി നമ്മളിത് കഴിഞ്ഞ് കഴിഞ്ഞാ അല്ല അത് കഴിഞ്ഞ് കഴിഞ്ഞാ വീട്ടിൽ പോയിട്ട് 1 2 3 4 ടീച്ചർ എന്തെങ്കിലും പറഞ്ഞ സ്കൂൾ തുറന്നിട്ട് നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുന്ന എന്തെങ്കിലും പറഞ്ഞ? നമ്മുടെ കഫ്തീരിയ എത്താറായി, പക്ഷെ അതിന് വലിയൊരു സ്റ്റോപ്പ് ഉണ്ട്. ഈ സമയത്ത് ആയതുകൊണ്ട് കഫ്തീരിയുടെ മുന്നിൽ ആരും ഇല്ല, അല്ലെങ്കിൽ ഈ സമയത്ത് സ്റ്റോപ്പ് ബോർഡ് ഉണ്ടായിരിക്കും. ആ സ്റ്റോപ്പ് ബോർഡ് അടുത്താണ് നമ്മുടെ കഫ്തീരിയ ചായ കുടിക്കാൻ പോകുന്നത്. രേവയ്ക്ക് വീണ്ടും ഞാൻ ഫോൺ ടൈം മാറും. ഇതാണ് നമ്മുടെ സ്ഥലം. ലൈറ്റ് കൊണ്ട് കാണുന്നുണ്ടോന്ന് അറിയില്ല. നേരത്തെ ഉച്ചയ്ക്ക് ചായ കുടിക്കാൻ വന്നിരിക്കും. ഞങ്ങളറിയാം, ഞങ്ങൾ വന്നപ്പോ 2 ചായ എടുക്കും. സ്ട്രോങ് മതി ചായ. സ്ട്രോങ് വെക്കുമ്പോ നമുക്ക് വേണ്ടല്ലോ. ചായ കുടിക്കോ? ചാടിക്കോ? അത് ആമി ഇത് കഴിഞ്ഞിട്ട് വെക്കേഷൻ കഴിഞ്ഞിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആമിയുടെ വക എടുക്കണം കേട്ടാ. ഓക്കെ പറയ്. ചേട്ടൻ വരുന്നുണ്ട്. എന്താ ചേട്ടാ? ചേട്ടൻ ഉണ്ടായിരുന്നില്ല ചായ അടിക്കണ്ടേ, അപ്പൊ പെട്ടെന്ന് വന്നു ചേട്ടൻ. ഭാഗ്യം. ഇത് എനിക്ക് എന്നിട്ടാ ചേട്ടാ മതി. ഇന്നലെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ അടവിടെ കഴിച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു. നിനക്ക് പഴംപൊരി, നിനക്ക് എന്നും പഴംപൊരി അല്ലേ വേണ്ടേ? ആ പഴംപൊരി ചായയും ഇതൊക്കെ കൊണ്ടുവരട്ടെ. യെസ്, ചായയുമായിട്ട് സിജേട്ടൻ വരുന്നുണ്ട്. ചേട്ടാ ഞാൻ വീഡിയോ നിർത്തിയിട്ട് ചായ ഒന്ന് പിടിച്ചു അവിടെ വെച്ചോട്ടാ. ഇതാണ് നമ്മുടെ ചായ. അയ്യോ ഒന്ന് തൊട്ടാമീ ബ്ലറായോ നിക്കണം. അയ്യാ ഇതാണ് ചായ. നമ്മുടെ ചായ വന്നു. ഈ ചായ കണ്ട ചായയുടെ ഗുണം. ചായയുടെ ഇത് കാണിച്ചെടുത്ത ക്ലോസപ്പ്. നേരക്കാടാ അമ്മയ്ക്ക് പഴംപൊരി, പിന്നെ
വാഴയിലാണ്. നല്ല ടേസ്റ്റ് ആട്ടോ. ചേട്ടൻ അടിച്ചേ പരിപ്പട. അപ്പൊ ഞാൻ ചായ കുടിക്കാം. ചായ കുടിച്ചിട്ട് ഇനി മുതൽ ആമിക്കുട്ടിയുടെ വെറൈറ്റി ഷോർട്സ് വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം സ്കൂൾ ആമിക്കുട്ടി ഫ്രീ ആണ്. അല്ല ചേട്ടാ നമ്മൾ ഈ വീഡിയോ നിർത്തല്ലേ? റൂം നമ്പർ ഒന്ന് കാണിക്കണ്ട. റൂം നമ്പറേ ആമി വെക്കേഷന് ആമിയുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാ? എന്താ ആക്ടിവിറ്റി? എല്ലാ ദിവസം ഇപ്പൊ ചേഞ്ച് ആവാൻ പോവാ ഞാൻ. എന്ത് ചേഞ്ച്? അപ്പൊ ഓരോ ചേഞ്ചുകൾ നിങ്ങൾക്ക് പുതിയതായിട്ട് കാണാൻ പറ്റും ആമിക്കുട്ടിയുടെ ചേഞ്ചസ് ഒക്കെ. അപ്പൊ ഞങ്ങൾ ഇനി സ്ഥിരം ഷോർട്സ് വീഡിയോയും ലോങ് വീഡിയോയും ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അണ്ടിൽ ദാൻ വി ആർ സൈനിങ് ഓഫ്.